സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? കണ്ണൂർ ജയിലാണ്, TP കേസ് പ്രതികളാണ്. അത് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിന്റെയോ പ്രത്യേകിച്ചൊരു പഠനത്തിന്റെയോ ആവശ്യമില്ലാത്ത കേസും പ്രതികളുമാണ്. ഇപ്പൊ കണ്ണൂർ ജയിലിന്റെ സൂപ്രണ്ടിന് TP കേസിലെ പ്രതികളെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ പോലും യോഗ്യനായിരിക്കില്ല. അപ്പോ TP കേസിലെ പ്രതികളെ മാത്രമല്ല, അദ്ദേഹം നൽകുന്ന വിശദീകരണ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് TP കേസിലെ പ്രതികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോ അവിടെ ഒരു നീക്കം നടന്നിട്ടുണ്ട് അല്ലെ? അല്ലെ? ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം നടന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെയാണ് നീക്കം ഉണ്ടായിട്ടില്ല എന്ന് അടച്ച് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് സർക്കാരിന്, സംവിധാനങ്ങൾക്ക്, മന്ത്രിക്കടക്കം സ്പീക്കർക്കടക്കം? ഞാൻ പറയുന്നത് എനിക്കൊരു തണ്ടിനും പേടിയില്ല. ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നപ്പോൾ കണ്ണൂർ ജയിലിലെ സൂപ്രണ്ട് കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കൊടുത്ത ലിസ്റ്റിൽ ഈ TP വധക്കേസിലെ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത 22/6 പുറത്തു വന്നപ്പോൾ തന്നെ ജയിൽ DGP കണ്ണൂർ ജയിലിലെ സൂപ്രണ്ടിനോട് വിശദീകരണം ചോദിച്ചു. നിയമപരമായിട്ടുള്ള ക്രൈറ്റീരിയ പാലിച്ചിട്ടാണ് ഈ കേസിലെ പ്രതികളെ ഉൾപ്പെടുത്തിയത് എന്നതാണ് 22/6/2024 കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ജയിൽ DGPയുടെ വിശദീകരണ കത്തിന് മറുപടിയായി കൊടുത്തത്. ആ കത്ത് ഈ ജയിൽ സൂപ്രണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് പ്രസിദ്ധീകരണത്തിന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കൃത്യമായി ക്രൈറ്റീരിയ പാലിച്ചിട്ടുണ്ട് എന്ന് ജയിൽ സൂപ്രണ്ട് വ്യക്തമാക്കുന്നു. ഗവൺമെന്റ് തലത്തിലേക്ക് ഈ റെക്കമെൻഡേഷൻ ഒന്നും വന്നിട്ടില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഒരു ജയിൽ സൂപ്രണ്ട് പൂർണ്ണമായും ഈ വിവരം കൂടി അറിഞ്ഞുകൊണ്ട് വേണം ഈ ലിസ്റ്റ് റെക്കമെൻഡേഷന് വിധേയമാക്കാൻ. ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ വിധിന്യായം നിൽക്കുമ്പോൾ റെക്കമെൻഡേഷനിൽ ഇത്തരത്തിൽ പേര് ഉൾപ്പെട്ടത് ഒരു തെറ്റാണ്, ഗുരുതരമായിട്ടുള്ള തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചത്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2022 സർക്കുലറും ഗവൺമെന്റ് ഉത്തരവും കോടതി വിധിയും മാത്രമാണ് മുന്നിലുള്ളത്. ഒരു പ്രതിക്കും അന്യാധീനമായിട്ട് ഏതെങ്കിലും അലവൻസ് കൊടുക്കാൻ, റിമിഷൻ കൊടുക്കാൻ, ഏതെങ്കിലും ഗുണം കിട്ടുന്ന ഇടപെടൽ നടത്താൻ ഗവൺമെന്റ് തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് അതിശക്തമായി തന്നെ ആദ്യം തന്നെ നിലപാട് വ്യക്തമാക്കിയത്. ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ച് അന്വേഷണ വിധേയമായി അവരെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഇവിടെ ഇത് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ തല്ലേണ്ടമാവാൻ ഞങ്ങൾ നന്നാവില്ല എന്ന് ഒരിക്കൽ കൂടി കേരളീയ സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഒരു ജയിൽ സൂപ്രണ്ടിനും അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥർക്കും പറ്റിയ ഒരു മിസ്റ്റേക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വെറുതെ വിടാനുള്ള ശ്രമം വഴിയിൽ കൈയോടെ പിടിക്കപ്പെട്ടപ്പോ അതിൽ നിന്ന് കൈ കഴുകാൻ വേണ്ടി 3 ഉദ്യോഗസ്ഥരെ മാത്രം കുരുതി കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അറിയാം, കേരള രാഷ്ട്രീയം കണ്ടുള്ളതിൽ ഏറ്റവും നീചവും പൈശാചികവും ക്രൂരവുമായ ഒരു കൊലപാതകമായിരുന്നു ശ്രീ TP ചന്ദ്രശേഖരന്റെ കേസ്. ഹൈക്കോടതിയിൽ വന്നപ്പോൾ 2 പേരെ കൂടി അഡീഷണൽ ആയി ശിക്ഷിച്ചു. മാത്രമല്ല, ഇവർക്ക് 20 വർഷത്തിന് ശേഷം മാത്രമേ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരോൾ ഉൾപ്പെടെയുള്ള എന്തെങ്കിലും സഹായം നൽകാവൂ എന്ന് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികമൊക്കെ പറഞ്ഞുകൊണ്ട് 2022 ഒരു കത്തിന്റെ പേരിൽ ഇപ്പോ ഈ 3-ാം തീയതി തന്നെ കത്ത് കൊടുക്കുന്നു. തൊട്ട് പിറകെ തന്നെ 13-ാം തീയതി അതിന്റെ ലിസ്റ്റ് തയ്യാറാകുന്നു. സാക്ഷാൽ P ജയരാജനും ഈ പ്രതികൾക്ക് വേണ്ടി വാദിച്ച വക്കീലും ഉൾപ്പെടുന്ന ജയിൽ ഉപദേശക സമിതി ഇവരെ 4 പേരെ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് 159, 156 പേരുണ്ടായിരുന്നു. അതിൽ 56 പേരിലേക്ക് ചുരുങ്ങുമ്പോൾ ഈ 4 പേരും കൃത്യമായി വരുന്നു. ആദ്യം പരിഗണിച്ചവരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും ഈ 4 പേരും വരുന്നു. സംശയമൊന്നുമില്ലല്ലേ? ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കെ എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകം? ഇത്തരത്തിൽ അവരെ ഈ ലിസ്റ്റിൽ പെടുത്തി അവരെ ശ്രീമതി രമ പറഞ്ഞതുപോലെ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണോ, അഥവാ യഥാർത്ഥത്തിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചാണോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടും. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഏതായാലും ഇത്തരത്തിൽ ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഇതൊക്കെ ഗവൺമെന്റ് മിഷനറി നടത്തുന്ന പ്രവർത്തനങ്ങളാണെന്നേ. അപ്പോൾ ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അത് വെറും ഒരു ജയിൽ സൂപ്രണ്ടിന് പറ്റിയ പിഴവാണ് എന്ന് പറഞ്ഞുകൊണ്ട് 3 ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്ത് പുറത്തിരുന്നു. ഇവരെ പോലുള്ളവർക്ക് ഇത് ആവശ്യമാണ്. ഈ സർക്കാർ പറയുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഏറാൻ മൂളികളായ ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും ഇതൊരു താക്കീതായി തന്നെ മാറണം. ഗോവിന്ദൻകുട്ടി പറയുന്നത് ശരി. ഏറ്റവും പ്രമാദമായ ഒരു രാഷ്ട്രീയ കൊലപാതകം, ആ കൊലപാതകത്തിലെ പ്രതികൾക്ക് ഇത്തരത്തിൽ അവരുടെ ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ ഏതെങ്കിലും ഒരു ജയിൽ സൂപ്രണ്ട് മാത്രം വിചാരിച്ചാൽ ഒറിജിനേറ്റ് ചെയ്യുമെന്നോ അവരുടെ പേര് അതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുമെന്നോ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. മറിച്ച് രാഷ്ട്രീയ തീരുമാനത്തിന്റെ പിൻബലത്തോടു കൂടി മാത്രമേ ഇത്തരത്തിൽ ഒരു ബീജാപാപം നടക്കുകയുള്ളൂ. സ്പീക്കറുടെ ഭാഗത്തു നിന്ന് തുടങ്ങി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ഈ പ്രതികളെ സംരക്ഷിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും അറിവില്ലാതെ ഇത്തരത്തിലൊരു നീക്കം നടക്കില്ല. ഇവിടെ അഭ്യൂഹം മാത്രമാണെന്ന് പറയുന്ന സ്പീക്കർ ഇതിൽ 1-ാം പ്രതിയാണ്. ഇവിടെ മുഖ്യമന്ത്രി
കഴിവ് കെട്ടവനാണെന്ന് ശ്രീ MP രാജേഷ് തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോഴും പ്രതിപക്ഷം പറഞ്ഞതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥരാണ് ഈ സംസ്ഥാനത്തുള്ളതെന്ന് സംസ്ഥാന നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ മന്ത്രി MP രാജേഷ് ആണ്. അതിന്റെ അർത്ഥം എന്താ? മുഖ്യമന്ത്രി കഴിവ് കെട്ടവനാണ്. ഇന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞത് സർക്കാരിന്റെ ശമ്പളം പറ്റിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണോ പോലീസുകാർ? ഏത് പോലീസുകാർ? ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ മാത്രമല്ല. ശ്രീ അരുൺകുമാർ, എനിക്ക് മനസ്സിലാകുന്ന പോലീസുകാർ എന്താ കണ്ണുകെട്ടി ജോലി ചെയ്തവരാണോ? ഈ നാട്ടിൽ നടക്കുന്ന വാർത്തയും സംഭവ വികാസങ്ങളും രാഷ്ട്രീയവും നിയമസഭയും ഒന്നും ശ്രദ്ധിക്കാത്ത ആളുകളാണോ ഈ പോലീസുകാർ എന്ന് പറയുന്നത്? ഇത് നിൽക്കട്ടെ, വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ 22-ാം തീയതി ഈ വിഷയം രാവിലെ മുതൽ വാർത്ത വന്നു. ബഹുമാനപ്പെട്ട ജയിൽ DGP കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് വിശദീകരണം തേടി. ആ വിശദീകരണം എങ്ങനെ ഉച്ചയായപ്പോഴേക്കും മാധ്യമങ്ങൾക്ക് കിട്ടി? അതാ നിന്റെ വിഷമം. നിങ്ങളുടെ സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായുള്ള നടപടികൾ പോലീസിൽ നിന്നോ ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ സർക്കാരിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ല. ആ കത്തുകൾ മാധ്യമങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അല്ലല്ല, ഒരിക്കലുമല്ല. എല്ലാം നിയമപരമായിട്ടാണ് താൻ ചെയ്തത് എന്ന് കണ്ണൂർ ജയിൽ സൂപ്രണ്ടന്റ് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ കൃത്യമായി ഒരു മറുപടി കൊടുക്കുമ്പോൾ ആ മറുപടി വരെ വിഷയം വന്നു കൃത്യമായി നോട്ടടക്കം മാധ്യമങ്ങളിൽ വന്നു. ശരിയാണ്. ഇപ്പോ ഇതൊന്നും ഇല്ലെങ്കിൽ ഈ വിവരമൊന്നും നമ്മൾ അറിയില്ലല്ലോ. നേരത്തെ ശ്രീമതി KK രമ പറഞ്ഞതുപോലെ ആരും അറിയാതെ ഇത് മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നോ താല്പര്യം? അപ്പൊ ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. നിങ്ങൾ മനഃപൂർവ്വമായി ഈ കൊലയാളികളെ, ക്രിമിനലുകളെ, നിങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഈ ക്രിമിനലുകളെ, നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഏതറ്റം വരെയും പോകും എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിങ്ങൾ ഇവരെ രക്ഷപ്പെടുത്താൻ അനുവദിക്കുന്നത്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും എങ്ങനെ ലീക്കായി എന്നതിനെ സംബന്ധിച്ചാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. നിയമവിരുദ്ധമായി സർക്കാർ ചെയ്ത ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത രീതി, ആ രീതിയെ കുറിച്ച് സ്വാഭാവികമായി വാർത്തയുണ്ടാകും. ആ വാർത്ത പുറത്തു വന്നതിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുമെന്ന് ഒരു ഉളുപ്പുമില്ലാതെ മന്ത്രി ഞെളിഞ്ഞ് നിയമസഭയെ പറയാം ഞങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന്. നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ടോ? അതിവനില്ല. നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് മാനമുണ്ടോ? ചോദിക്കുന്നില്ല. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളോടാണ് നിങ്ങൾ സംവദിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെയാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. നിയമസഭയിലായാലും പുറത്തായാലും ജയിൽ DGP ആയാലും മുഖ്യമന്ത്രി എന്തിനാ വിളിച്ചോടുന്നത്? ഇത്തരത്തിൽ നിയമസഭയിൽ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോ മുഖ്യമന്ത്രി മറുപടി പറയാൻ എന്തുണ്ടാ? പേടിച്ചിട്ടാ. അപ്പൊ നിങ്ങൾ ആസൂത്രിതമായി മുഖ്യമന്ത്രിയിലൂടെ, സ്പീക്കറിലൂടെ, സർക്കാർ സംവിധാനം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതികളെ ഈ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നു. ഇതിന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു നിമിഷം പോലും ഈ മുഖ്യമന്ത്രിക്ക് ഈ ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പും കൈകാര്യം ചെയ്യാൻ അവസരമുണ്ടോ, അവകാശമുണ്ടോ? ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. അത് തന്നെയല്ലേ ഇന്ന് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത്തരത്തിലെ ക്രിമിനലുകളെ, കൊടും ക്രിമിനലുകളെ, കേരളം ഇന്ന് വരെ കണ്ടില്ലാത്ത ഇത്രയും ക്രിമിനലുകൾ, ആ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി വീണ്ടും വന്നിരുന്ന് അങ്ങ് മെഴുകുകയാണ്. അത് MP രാജേഷ് മാത്രമല്ല, മുഖ്യമന്ത്രി മാത്രമല്ല, സ്പീക്കർ മാത്രമല്ല, ഇപ്പൊ അരുൺകുമാറും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. ഇതിലെ ആ പ്രതിയെ കോടതി ശിക്ഷിച്ചിട്ടും ആ കുഞ്ഞനത്തിന് നിങ്ങൾ അവിടെ സ്തൂപം ഉണ്ടാക്കി, അതിൽ ഉദ്ഘാടനം നടത്തി, എന്നിട്ട് ആ കൊലക്കിരയായ ആ കുടുംബത്തെ നിങ്ങൾ ഇപ്പോഴും മൃഗീയമായി അവരെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുന്നു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. എന്നാ പിന്നെ ഞാനങ്ങട്